മനോഹരമായ ശബ്ദവും സൗന്ദര്യവും എല്ലാം ഉണ്ടായിട്ടും ആദ്യകാലത്ത് എന്താ ഒരു അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതായത് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം വിധിക്കപ്പെട്ടൊരു മേഖലയായിരുന്നു. അതായത് അതിനൊരു പ്രത്യേക രീതി, അഭിനയത്തിന് ഒരു പ്രത്യേക അതിഭാവുകത്വമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അത് കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും അങ്ങനെ തല്ലിക്കൊന്നാൽ എനിക്ക് അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ പാട്ടിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്, എനിക്കത് സാധിക്കില്ല. പൊതുവേ കുട്ടിക്കാലം മുതലേ എനിക്ക് തോന്നുന്നു വളരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്നുകൊണ്ട് ഉള്ളിലെവിടെയോ ഒരു ആൺകുട്ടിയുടെ സ്വഭാവമുണ്ട്. നടത്തത്തിലും പെരുമാറ്റത്തിലും ഒരാളോട് സംസാരിക്കുന്നതിലൊക്കെ എന്താ എന്നുള്ളൊരു ഭാവം കുറച്ച് കുറവാ. കളിക്കുന്നതും ബോയ്സിൻ്റെ കൂടെയായിരുന്നു, ആൺകുട്ടികളുടെ കൂടെയാ ഏറ്റവും അധികം കളിച്ചിരുന്നത്. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ആൺകുട്ടികളായിരുന്നു. ഒരിക്കലും പെൺകുട്ടികൾ ഫ്രണ്ട്സായി ഇരുന്നിട്ടേ ഇല്ല. വളരെ ഇഷ്ടമായിരുന്നു ഈ ആൺകുട്ടികൾ. ഇന്നും അത് ഏറ്റവും അധികം ആണുങ്ങളാ സുഹൃത്തുക്കൾ പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ. അപ്പോൾ ഒരു പെണ്ണിഷ്നെസ്. അതുകൊണ്ട് ഡാൻസൊക്കെ പഠിക്കാൻ പറയുമ്പോൾ എനിക്ക് തല്ലിക്കൊന്നാൽ എനിക്ക് ഡാൻസ് വരില്ല. അപ്പം ഞാൻ പറയും പാട്ട് പഠിക്കാൻ വേണമെങ്കിൽ പറഞ്ഞോളൂ, വല്യമ്മയോട് പറയുമായിരുന്നു, പക്ഷെ ഡാൻസ് കളിക്കാൻ പറയത്. എനിക്ക് ആ ഒരു നളിനം എന്ന് പറയില്ലേ, അത് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്നെക്കൊണ്ട് അഭിനയിക്കാൻ കൊള്ളില്ല, എനിക്ക് അഭിനയം വരില്ല. അങ്ങനെ ഞാനായിട്ട് തന്നെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ച് നമ്മൾ കാണുമല്ലോ. എന്നും ഏത് രീതിയിലും, ഡബ്ബിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ആസ് എ പേഴ്സണൽ ക്യാരക്ടറാണെങ്കിലും എൻ്റെ പിന്നെ വിമർശക ഞാൻ തന്നെയാണ്. എൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തന്നെ പറയാറുണ്ട്, ഇത് ഞാൻ ചെയ്തത് ഏറ്റവും ബോറാണ്. ഒരു സിനിമ ഡബ് ചെയ്താൽ പോലും ഞാൻ പറയും, അത് സിനിമ പോയി കാണല്ലേ, ഞാൻ ബോറായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയും. ചിലപ്പോൾ വോയിസ് മാറ്റി ചെയ്യാനൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചില ആർട്ടിസ്റ്റുകൾക്ക് എൻ്റെ വോയിസ് ആപ്റ്റല്ലായിരിക്കാം, പക്ഷേ ഡയറക്ടേഴ്സ് അത് മതി, ചില നിവൃത്തികേട് കൊണ്ട് വേറെ ആളെ കിട്ടാത്തത് കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമ, എനിക്ക് 3 പ്രാവശ്യം അവാർഡ് കിട്ടിയല്ലോ. അതിൽ ഒരു സിനിമ ശരിക്കും കിട്ടിയപ്പോൾ ഞാൻ ഒരു നിമിഷം വിചാരിച്ചു, എന്തിനാണ് എനിക്ക് ഈ അവാർഡ് തന്നത്? ഈ പടത്തിൽ എനിക്ക് അവാർഡ് തരാൻ മാത്രം ഞാൻ ഒന്നും ഡബ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ വിമർശിക്കുന്ന അറിയാം, നമുക്കറിയാം ഇത് നല്ലതാണോ. തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും. അതേസമയം നമ്മൾ വിചാരിക്കും ഇത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള കഥാപാത്രമാണ്, ഇതിന് അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളതാ, പക്ഷെ അതിനൊന്നും കിട്ടുകയില്ല. അപ്പം അങ്ങനെ ഒരു നല്ലൊരു വിമർശക ഞാൻ എന്നെ തന്നെ വിമർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല. നമുക്ക് പറ്റാത്തൊരു പണിക്ക് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇൻഡസ്ട്രിയെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പം ആക്ടിങ് എന്ന് പറയുന്നത് വളരെ ഈസി അല്ലേ. ഇപ്പം എന്തുകൊണ്ട് അഭിനയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഒരു കാരണം. അതെ, ഇപ്പം മുത്തശ്ശി കഥ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ അഭിനയിക്കുമ്പോൾ അതിൽ ഞാനായിട്ട് തന്നെ ഇങ്ങനെ ഇപ്പം ഞാൻ എന്താണോ അത് തന്നെ. ഇപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഭാഗ്യച്ചി ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങളാണ് മുത്തശ്ശി കഥയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ അത് ആക്ടിങ് അല്ല, അതെൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. ഇനി വേറൊരു കഥാപാത്രം വന്നാൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല.